ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതിക രാജുവിനോട് പറയുന്നു, നമ്മുടെ നല്ല ദിവസങ്ങൾ വരും അല്ലേ രാജു. അത് കേട്ടിട്ട് രാജുവിനൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ നല്ല ദിവസങ്ങളെ ഇല്ലല്ലോ. വേണുവേട്ടൻ രാധമ്മയോട് പറയുന്നു, നീ ഇത്രയും തരം താഴ്ന്നവളാണെന്നും ഇത്രയ്ക്കും സംസ്കാരമില്ലാത്തവളാണെന്നും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഈ അമ്മായിയമ്മ പോരിൻ്റെയും നാത്തൂൻ പോരിൻ്റെയൊക്കെ കാലം കഴിഞ്ഞെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഞാൻ എൻ്റെ സങ്കടങ്ങളാണ് പറഞ്ഞത്. എന്ത് സങ്കടങ്ങളാടി? രാജുവിൻ്റെയും ഋതികമ്മയുടെയും കല്യാണം കഴിഞ്ഞ് അവരിവിടെ വന്ന് കയറിയപ്പോൾ തുടങ്ങിയതാ നീ. എന്ത് സങ്കടമാടി നിനക്ക്? നിന്റെ മകൻ നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചതാണോ നിന്റെ സങ്കടം? പ്രിയയും ജയനും കൊച്ചമ്മണിയൊക്കെ ഇത് കേട്ടോണ്ട് അവിടെ നിൽക്കുവാണ്. പ്രിയ പറയാ, ഓ പിന്നെ നല്ല ഒരു പെണ്ണ്, എരിയുന്ന തീയിലോട്ട് എണ്ണ ഒഴിച്ച് ആളിക്കത്തിക്കാതെ മാറി നിൽക്കടി അവിടുന്ന് എന്നിങ്ങനെ വേണുവേട്ടൻ പ്രിയയോട് പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും പറയാനായിട്ട് നീ വാ തുറന്ന് അടിച്ച് നിന്റെ കർണം ഞാൻ പോയിക്കും. അത് കേട്ടുണ്ട് ജയൻ പറയുന്നു, എടി അച്ഛനോട് തർക്കത്തിനും പറയാതെ മിണ്ടാ തുടങ്ങണം നിൽക്കടി. ഇത് തന്നെ നല്ല അവസരമെന്ന് കരുതി നമ്മുടെ കൊച്ചമ്മണി പറയാ, അവിടെ ചെപ്പക്കുറ്റി നോക്കി രണ്ട് കൊടുക്കട, വെറുതെ കെട്ടിയവനാന്നും പറഞ്ഞ് നിൽക്കുക. വേണുവേട്ടൻ വീണ്ടും രാധമ്മയോട് പറയുക, നിന്നേക്കാൾ ഭാഗ്യവതിയായ മറ്റൊരമ്മ എൻ്റെ അറിവിലില്ല. ഒരു സ്വഭാവ ദൂഷ്യവും ഇല്ലാത്ത സ്നേഹമുള്ള ഒരു മകൻ. അവൻ കല്യാണം കഴിച്ചിരിക്കുന്നതോ ഐശ്വര്യമുള്ള സൽസ്വഭാവിയായ ഒരു പെണ്ണിനെ. ആ പറഞ്ഞത് രാധമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രാധമ്മ മുഖം ഒന്ന് ചുളിക്കുന്നുണ്ട്. ആ കൊച്ചൊരു കോടീശ്വരിയാണെന്നോ മന്ത്രിയുടെ മകളാണെന്നോ എന്നൊക്കെയുള്ള വിചാരം നീ അങ്ങ് വിട്ടേക്ക്. അതൊക്കെ ഇനി നിനക്ക് കിട്ടിയ ബോണസായിട്ട് മാത്രം നീ അങ്ങോട്ട് കരുതിയാൽ മതി. രാധമ്മ ദേഷ്യത്തോടെ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ മകനെക്കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ, മറ്റു മക്കളെക്കുറിച്ച് വിചാരമില്ലെന്ന് നിന്നോട് ആരാടി പറഞ്ഞത്? എൻ്റെ 2 പെൺമക്കളും വിവാഹിതരായി. ഇനി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനേ അവരുടെ ഭർത്താക്കന്മാരുണ്ട്. അതിലെ ഒരു മകളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വല്ലോ നിങ്ങൾക്കറിയാവോ? രാധമ്മ ചോദിക്കുമ്പം വേണുവേട്ടൻ പറയുക, അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്നവൻ്റെ സ്ഥിതി എന്താവാടി? ജയനെ നോക്കി പറയുക. ശ്രീലക്ഷ്മി ആണെങ്കിൽ അവിടെ ഭർത്താവിനോടൊപ്പം വാടക വീട്ടിലെങ്കിലും ജീവിക്കുന്നുണ്ട്. ഇവളോ ഈ പ്രിയ, അവൾ ഭർത്താവിൻ്റെ വീട്ടിലും പോകാതെ അവനെ കൊണ്ട് യാതൊരു ജോലിയും ചെയ്യിപ്പിക്കാതെ രാജുവിനെ പറ്റിച്ച് ജീവിക്കുന്നു. എന്നിട്ടവൾ അവന് നേരെ അംഗത്തിന് ആളെ കൂട്ടുന്നു. കൊച്ചമ്മണി വീണ്ടും ഗോളടിക്കുവാണ്. കേക്കടാ കേക്ക്, തലയണ മന്ത്രം കേട്ട് ജീവിക്കുന്ന ഏതൊരുത്തരും ഇതുപോലെ പടുകുഴിച്ചെന്ന് ചാടുവട. പെൺമക്കളൊക്കെ വിവാഹം കഴിഞ്ഞ് അവരവരുടെ വീട്ടിലോട്ടങ്ങ് പോവും. പിന്നെ വല്ലപ്പോഴും കയറി വരുന്നത് മാതാപിതാക്കളോട് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല, ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് അങ്ങനെ പലതും അടിച്ചോണ്ട് പോകാനുള്ള വരവാത്. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലോ കപ്പയും കണ്ടിച്ചേമ്പും കപ്പളങ്ങായും ഏതാ കൈ കിട്ടുന്ന അതൊക്കെ അടിച്ചോണ്ട് പോവും. നമ്മുടെ കൊച്ചമ്മണി അതിശയത്തോടെ വേണുവേട്ടനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് പറയുക, എത്ര കറക്റ്റായിട്ട് ഈ മനുഷ്യൻ പറയുന്ന ഓരോന്നും. രാധേ, നിന്നോട് ഞാൻ വീണ്ടും പറയുക, നിന്റെ മരണം വരെ നിന്നോടൊപ്പം കാണുന്നത് നിന്റെ മകനും അവൻ്റെ ഭാര്യയും മാത്രമായിരിക്കും. മരുമകളായിരിക്കും അന്തിമകാലത്ത് നിനക്ക് മകളായി മാറുന്നത്. നീ ഇന്ന് നിന്റെ മരുമകളോട് പറഞ്ഞ വാക്കുകളൊക്കെ ഒരു ദിവസം നീ തിരിച്ചെടുക്കേണ്ടി വരുവടി. അതിനുവേണ്ടി നീ കാത്തിരുന്നോടി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വേണുവേട്ടൻ അങ്ങ് പോവുകയാണ്. രാജു ഋതികയെ വിവാഹം കഴിച്ച വാർത്ത അറിഞ്ഞ് ഷോക്കായിപ്പോയ രമ്യയ്ക്ക് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് മയക്കിയിട്ടിരിക്കുമായിരുന്നു. അവൾ ആ മയക്കത്തിൽ കിടന്നുകൊണ്ട് പറയുക, രാജു ഒന്ന് പോവണ്ട, ഭാര്യ പറഞ്ഞാൽ കേൾക്കണം. രാജു എങ്ങോട്ടും പോവല്ലേ, എൻ്റെ അടുത്ത് തന്നെ വേണം. രുക്മിണി പെട്ടെന്ന് ഒരു ഗ്ലാസ് ജ്യൂസിനകത്തോട്ട് എന്തോ ഒരു ഗുളിയെ കലക്കുന്നുണ്ട്. എന്നിട്ട് രാജുവിൻ്റെ പേരും പറഞ്ഞ് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രമ്യയെ വിളിച്ചുണർത്തുന്നു. മോളെ രമ്യയെ, മോൾ എഴുന്നേറ്റ് ഈ ജ്യൂസ് ഒന്ന് കുടിച്ച്. രാജു പോയോ അമ്മേ? പോയി, ഇപ്പോൾ വരും, മോൾ ഈ ജ്യൂസ് കുടിക്ക് എന്നും പറഞ്ഞ് രമ്യയെ കൊണ്ട് ആ ജ്യൂസ് കുടിപ്പിക്കുന്നുണ്ട്. രാജു പോയോ അമ്മ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഇല്ല മോളെ, പോയില്ല, ഇപ്പോൾ വരും. അമ്മ ഇന്ന് പറയണേ രാജു പോവണ്ട. ശരി മോളെ, മോള് ജ്യൂസ് കുറച്ചുകൂടെ കുടിച്ച് എന്നും പറഞ്ഞ് രുക്മിണി നിർബന്ധിച്ച് രമ്യയെ കൊണ്ട് ആ ജ്യൂസ് മുഴുക്ക കുടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് രുക്മിണി മനസ്സുകൊണ്ട് പറയുക, ദൈവമേ, ആ ദ്രോഹി നശിച്ചു പോണേ. രാജുവും ഋതികയും കൂടെ ബെഡ്റൂമിലിരിക്കുവാണ്. രാജു ഋതികയോട് പറയുക, അമ്മ തകർത്തത് മേഡത്തിൻ്റെ മനസ്സ് മാത്രമല്ല എൻ്റെതും കൂടെ. എന്ത് വേണമെന്ന് ഞാൻ ആലോചിക്കുക. അതിന് രാജു വിഷമിക്കാതെ. ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കണമെന്നാണ് മേഡം പറയുന്നത്? ഞാനിവിടെ ഉള്ളപ്പോഴേ മേഡത്തിനോട് അമ്മ ഇങ്ങനെയാ പെരുമാറുന്നതെങ്കിൽ ഞാനില്ലാത്തപ്പോഴുള്ള അവസ്ഥയൊന്ന് ഓർക്കുവാണ്. രാജു ഇല്ലാത്തപ്പം രാധമ്മ എന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി മേഡം എല്ലാം പറയാതിരിക്കുന്നതല്ലേ? എനിക്കെല്ലാം അറിയാം. എൻ്റെ അമ്മയെ എനിക്ക് ജീവനാണ് എന്നും വെച്ച് അമ്മ കാണിക്കുന്ന എല്ലാ തെറ്റുകളും ശരിയെന്ന് പറയാൻ പറ്റുമോ?
അപ്പോൾ നമ്മുടെ കൊച്ചമണി നല്ല ആഭരണമൊക്കെ ഇട്ട് ഒരുങ്ങി ഒരു ഗ്ലാസ് പാല് വെക്കായിട്ട് അവരുടെ മുറിയിലോട്ട് ചെന്നിട്ട് മോളെ ഇത് കുടിക്ക്. അയ്യോ എനിക്ക് പാലൊന്നും വേണ്ട വല്യമ്മേ, അത് പറ്റില്ല. മോൾ ഒന്നും കഴിക്കാത്തതല്ലയോ. എനിക്ക് വേണ്ട വല്യമ്മേ, അത് പറ്റില്ല. മോടെ മുത്തശ്ശി തരുന്നതെന്ന് കരുതിയാൽ മതി എന്നും പറഞ്ഞ് കൊച്ചമണി ആ പാല് നിർബന്ധിച്ച് ഋതികയെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ രണ്ടുപേരും സമാധാനത്തോടെ കിടന്നുറങ്ങ്. നിങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹത്തിനിടയ്ക്ക് ഈ കാണുന്ന ഒന്നും അല്ല മോളെ. ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുമ്പോൾ തീരുന്ന പ്രശ്നമേ ഉള്ളു. രാജു കൊച്ചമണിയെ ഒന്ന് നോക്കുന്നുണ്ട്. അളിയൻ്റെ അമ്മ ഒരു കാര്യമില്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ല, എന്തൊക്കെയോ മനപ്ലാനും കൊണ്ടാണല്ലോ ഇത് നടക്കുന്നത് എന്നൊക്കെ രാജു മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഋതികയ്ക്ക് പാലും കൊടുത്തിട്ട് വരുന്ന കൊച്ചമണിയും കാത്ത് ജയൻ അവിടെ നിൽക്കുക. ആഹാ, മയക്കി പാലും പഞ്ചാര വരെയായി, എന്നിട്ട് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. നീ എന്താ വടാ ചെക്കാ പറയുന്നത്? നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ അമ്മേ, 10ഉം 15ഉം ഒക്കെ കിട്ടിയാൽ മതിയോ? നമുക്ക് ലക്ഷങ്ങളാണ് നമുക്ക് വേണ്ടത്. കൊട്ടാരമൊക്കെ തീരെഴുതി മേടിക്കാന്ന് പറഞ്ഞിട്ട് അതൊന്നും കണ്ടില്ല. എടാ മോനെ ജയ, ഇരുന്നിട്ട് വേണം കാല് നീട്ടിട്ട്, അല്ലാതെ കാല് നീട്ടിയാലേ തലയും കുത്തി താഴെ കിടക്കും. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞു? എടാ മണ്ട, ഒറ്റയടിക്ക് ഇതൊക്കെ സാധിച്ചാലേ ഇതൊക്കെ തട്ടിപ്പാണെന്ന് അവർക്ക് മനസ്സിലാകത്തില്ലയോ? അതുകൊണ്ട് പതുക്കെ വളച്ചൊടുവിലാണ് കൊട്ടാരം. ആ, അത് കൊള്ളാമേ. ആദ്യമേ സ്നേഹം കൊണ്ട് തുലാഭാരം, അത് കഴിഞ്ഞിട്ട് വേണം ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കേണ്ടത്. പിന്നെ അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് ഞാനൊരു കാര്യം പറയാം. ഏതെങ്കിലും മുന്തിയ ഒരു ഹോട്ടലിലോട്ട് ഇതിനെയും വിളിച്ചുകൊണ്ട് നാളെ നമുക്ക് പോകണം. ആ ഋതികയുടെ ചെലവിൽ അല്ലേ അമ്മേ? പിന്നല്ലാതെ നമ്മുടെ കയ്യിലും കണ്ട് കാശിരിക്കുന്നു. അങ്ങനെ അമ്മയും മകനും കൂടെ നല്ല പ്ലാനൊക്കെ ചെയ്ത് പാവൻ ഋതികയും വിളിച്ചുകൊണ്ട് ഏതോ ഒരു വലിയ ഹോട്ടലിലോട്ട് വന്നിരിക്കുവാണ്. ആ വലിയ ഹോട്ടൽ കണ്ടപ്പോൾ പ്രിയയ്ക്കും ഭയങ്കര സന്തോഷം. എന്തൊക്കെ എടുക്കണമെന്നറിയാതെ അവിടെ ഇരിക്കുന്ന ഓരോ പലഹാരങ്ങളും കൊച്ചമണി എടുക്കുക. അത് കണ്ടുകൊണ്ട് ജയൻ പറയുന്നു, അയ്യോ എൻ്റെ അമ്മയെ അതൊന്നും എടുക്കല്ലേ, അതൊക്കെ പിന്നെ വാങ്ങിച്ച് തരാം. അങ്ങനെ ജയനും പ്രിയയും കൂടെ ഒരു വിധത്തിൽ കൊച്ചമണിയും കൊണ്ട് അങ്ങോട്ട് നീങ്ങുവാണ്. ജയൻ പറയുക, നമുക്കേ ആ ഫാമിലി റൂമിലോട്ട് പോകാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഹോട്ടലിൽ അവർ വന്നിരിക്കുന്നത്. ജയനും പ്രിയയ്ക്കുമൊക്കെ അങ്ങ് സന്തോഷം. കൊച്ചമ്മയുടെ കാര്യം പറയാനുമില്ല. ജയൻ പറയുന്നു, കൊള്ളാമില്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. കൊച്ചമ്മണി ആർത്തി മൂത്ത് ആ ടേബിളിലിട്ട് തട്ടി വിളിക്കുന്നുണ്ട് സപ്ലയറെ. അത് കണ്ടുകൊണ്ട് ജയൻ പറയുക, എൻ്റെ തള്ളയെ കള്ളുഷാപ്പിൽ കിടന്ന് തട്ടി വിളിക്കുന്ന പോലൊന്നും അല്ല ഇവിടെ വിളിക്കേണ്ടത്. അവരിങ്ങടുത്ത് വന്നോളൂ. അപ്പോൾ നിനക്ക് കള്ളുഷാപ്പിലൊക്കെ കയറി നല്ല പരിചയമാണ് അല്ലേടാ. അങ്ങനെ സപ്ലയർ മെനു കാർഡ് കൊണ്ടുവരുമ്പോൾ ആർത്തി മൂത്ത് പെട്ടെന്ന് ജയൻ മെനു ഇങ്ങിട്ട് തന്നെ എന്നും പറഞ്ഞ് എന്തൊക്കെയോ വാരി വലിച്ച് നോക്കുന്നുണ്ട്. കൊച്ചമണി പറയാ, ഞാൻ പച്ചക്കറി ഒന്നും കഴിക്കത്തില്ല, പറഞ്ഞേക്കാം. എൻ്റെ തള്ളയെ നാണം കെടുത്തല്ലേ. മെനു എന്ന് വെച്ചാൽ ഈ കാർഡിനെയാ. ജയൻ ഋതിയോട് ചോദിക്കുന്നു, അമ്മ ട്രീറ്റ് ചോദിച്ചത് മേഡത്തിന് വിഷമമൊന്നുമില്ലല്ലോ? അതെന്ത് ചോദ്യമാണ് ജയേട്ടാ? എനിക്കൂടെ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ ഇത്. പ്രിയെ, നീ ഈ മെനു കാർഡ് നോക്കി അവരവർക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അതങ്ങ് പറഞ്ഞു. പെട്ടെന്ന് കൊച്ചമണി പറയും, എനിക്ക് ചിക്കനും മട്ടനും പൊറോട്ടയും ആദ്യം ഇങ്ങോട്ട് പോരട്ടെ. എടാ ജയ, പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ വേണം, ആ ചിക്കൻ എബ്രഹാമും കൂടെ വേണം. ചിക്കൻ എബ്രഹാമോ? ചിക്കൻ എബ്രഹാമും ചിക്കൻ ജോൺസണോ ഒന്നും ഇവിടെങ്ങും ഇല്ല. അതെന്തുവാ? അത് കേട്ടിട്ട് പ്രിയ പറയാ, അൽഫാം ചിക്കൻ ആയിരിക്കും ജയേട്ടാ പറയുന്നത്. ആ, അത് തന്നെ, ആ പറഞ്ഞത് തന്നെ. അപ്പം ജയൻ പറയാ, പണിയെടുത്ത കാശ് മുഴുക്ക തള്ളേ, നിങ്ങൾ ഇതൊക്കെ വാങ്ങിച്ച് തട്ടുമായിരുന്നില്ലേ. അങ്ങനെ സപ്ലയർ ഓർഡർ എടുക്കാൻ വന്നപ്പോഴേ ഓരോരുത്തർക്കും വേണ്ടതൊക്കെ അങ്ങോട്ട് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഋതിക ഇതെല്ലാം വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ട് പ്രിയയ്ക്ക് വലിയ സന്തോഷം. ഋതികയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്രിയ. ഋതിക അവരോട് പറയുന്നു, ഇനി നമുക്ക് രാജുവിനെയും കൂടെ കൂട്ടി എല്ലാവരും കൂടെ ഇവിടെ വരണം. പിന്നെ അങ്ങനല്ലയോ, ജീവിതം ആസ്വദിക്കണം. കൊച്ചമണി പറയുക, നമുക്കേ ആഴ്ചയിൽ 2-3 ദിവസം ഇതുപോലെ വരണം. മേഡത്തിന് എന്താ കുഴപ്പം? അക്കൗണ്ടിൽ പൈസ കിടക്കുമല്ലയോ? പെട്ടെന്ന് പ്രിയ പറയാ, ഞാൻ ഈ ഊട്ടിയും കൊടൈക്കനാലിലും ഒന്നും പോയിട്ടില്ല, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പോയാലോ? അത് കേട്ടിട്ട് നമ്മുടെ ഋതിക സന്തോഷത്തോടെ, അതിനെന്താ നമുക്ക് പോകാമല്ലോ. ജയൻ പറയുക, ഊട്ടിയിലേ നമ്മുടെ ഗുണാക്കേവുണ്ട്, ചെകുത്താൻ്റെ അടുക്കളയെന്ന് സായിപ്പ് പറഞ്ഞ ആ ഗുഹ. എൻ്റെ പ്രിയെ, നിന്നെ ഞാൻ അതിലേക്കങ്ങ് വിട്ടേക്കാം. അങ്ങനെ അവരങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാണ്ട 2 സപ്ലയർ കൈ നിറയെ സാധനങ്ങളും ഒക്കെ ആയിട്ട് അവർക്ക് കഴിക്കാനുള്ളത് കൊണ്ടുവരുവാണ്. ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ആ സാധനങ്ങളൊക്കെ വന്നപ്പം ആക്രാന്തത്തോടെ ജയനും അവരൊക്കെ അങ്ങ് വാങ്ങിക്കുവാണ്. അവരുടെ സന്തോഷം കണ്ട് ഋതിക ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. അങ്ങനെ ആ ടേബിൾ നിറച്ച് സാധനങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് അവരെല്ലാം കഴിക്കുവാണ്. ഈ ഫുഡൊന്നും അവർ കണ്ടിട്ടില്ലല്ലോ, എങ്ങനെ കഴിക്കണമെന്ന് പോലും അറിയില്ല. ജയനും പ്രിയയും കൊച്ചമ്മണിയും വാരി വലിച്ചൊക്കെ തിന്നുവാണ്. അതൊക്കെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നമ്മുടെ ഋതിക ഫോർക്ക് ഉപയോഗിച്ചാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഫുഡെല്ലാം കഴിച്ചൊരല്പം ഗ്യാപ്പുള്ളെടുത്ത് അവർ ജ്യൂസും കൂടെ കുടിച്ച് നിറച്ച്. ഇനി വല്ലതും വേണോ വല്യമ്മയെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ മതി,
അല്ല വൈകിട്ടത്തേക്ക് ഇനി വല്ല പാർസലും വല്ലതും മേടിക്കണോ? അത് കേട്ടപ്പോൾ അവരൊക്കെ അങ്ങ് ഞെട്ടി നോക്കുവാണ്. എൻ്റെ ദൈവമേ, ഈ തള്ളയുടെ വയറ്റിൽ നീ എങ്ങോട്ട് ചെല്ലാനാ എന്നിങ്ങനെ അതിശയത്തോടെ ജയൻ നോക്കുവാണ്. അങ്ങനെ ലാസ്റ്റ് പരിപാടി എന്ന പോലെ ദാണ്ട ബില്ലുമൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ഋതിക വലിയ സന്തോഷത്തോടെ ആ ബില്ല് വാങ്ങിയിട്ട് പെട്ടെന്ന് ബാഗ് തുറന്ന് അവളുടെ മൊബൈൽ എടുക്കുവാണ്. ജിപേ ചെയ്യാനാണെന്ന് തോന്നുന്നു. അങ്ങനെ ഋതിക ജിപേ ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. വീണ്ടും വീണ്ടും ഋതിക ശ്രമിക്കുവാണ്. പാവം ഋതിക അറിയുന്നില്ലല്ലോ അംബിക കൊലച്ചതി ചെയ്തത്. ജിപേ ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റാത്തത് കൊണ്ട് ഋതിക പറയുന്നു ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അയാൾ പറയുന്നു നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ആയിരിക്കും മാഡം. ഋതിക വീണ്ടും ട്രൈ ചെയ്യുന്നു. ഇത് നെറ്റ്വർക്കിൻ്റെ വിഷയമല്ലല്ലോ, ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, അക്കൗണ്ടിൽ കാശ് കാണത്തില്ലായിരിക്കും മാഡം, അതായിരിക്കും ട്രാൻസ്ഫർ ആകാത്തത്. അങ്ങനെയൊന്നും അല്ല എന്ന് ഋതിക പറയുന്നുണ്ട്. അത്രയും നേരം സന്തോഷത്തോടെ നിന്ന് കൊച്ചമ്മണിയും ജയനും പ്രിയയൊക്കെ അങ്ങ് ആകെ വിഷമിച്ച് നിൽക്കുവാണ്. ദൈവമേ, ഇനി എന്താകുമെന്നുള്ള ഭയമായി അവർക്ക്. ആ ഹോട്ടൽ ജീവനക്കാരൻ്റെ സ്വഭാവം പെട്ടെന്നങ്ങ് മാറി. എല്ലാവരും കൂടെ വന്ന് മൂക്ക് മുട്ടം തട്ടും. എന്നിട്ട് പറയും നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം, ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, തേങ്ങാ കൊല, തരികിട പരിപാടിയൊന്നും ഇവിടെ വേണ്ട, കാശ് വെച്ചിട്ട് പോയാൽ മതി. ഋതിക വീണ്ടും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ലല്ലോ. കൊച്ചമ്മണി ചോദിക്കുന്നു കാശില്ലയോ? കാശില്ലെന്നല്ലയോ പറഞ്ഞത്? പ്രിയയ്ക്കും ദേഷ്യവും കരച്ചിലും ഒക്കെ വരുന്നുണ്ട്. ഇവർ നമ്മളെ ഇവിടെ പിടിച്ചിരുത്തുവോ ജയേട്ടാ? എൻ്റെ ദൈവമേ, എൻ്റെ കയ്യിലാണെങ്കിൽ 10 പൈസ പോലും ഇല്ല. അത്രയും നേരം ഋതിക വാങ്ങിക്കൊടുത്തതെല്ലാം വെട്ടി വിഴുങ്ങി തിന്ന കൊച്ചമ്മണിയുടെ ഭാവമാറ്റം. കാശില്ലെങ്കിൽ പിന്നെ എന്തിനാടി നീ ഞങ്ങളെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഹോട്ടലുകാരൻ പറയുന്നു ബില്ലടയ്ക്കാതെ ഇവിടെ ഒരെണ്ണം പുറത്തു പോകത്തില്ല. കൊച്ചമ്മണി ഋതിയെ അവരുടെ മുന്നിലിട്ട് ആക്ഷേപിക്കാൻ തുടങ്ങി. വലിയ കോടീശ്വരി, കൊട്ടാരത്തിലെ തമ്പുരാട്ടി, വിഷം മേടിക്കാൻ പോലും ഇവിടെ കൈ കാശില്ല. എൻ്റെ മരുമോളെ പ്രിയേ, ഇവിടുത്തെ പാത്രം മൊത്തം കഴിയാലും ഇവർ വിടുമെന്ന് തോന്നുന്നില്ല. നീ എന്നെ ഒന്ന് സഹായിക്കണേ. ഇവരുടെ ഈ ആക്ഷേപ വാക്കുകളൊക്കെ കേട്ട് ഋതിക ആകെ സങ്കടത്തിൽ നിൽക്കുവാണ്. പെട്ടെന്ന് ജയൻ ആർക്കോ ഫോൺ ചെയ്തിട്ട് അളിയ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട് എന്നും പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ ഹോട്ടൽ ജീവനക്കാരെല്ലാം ഋതിയെയൊക്കെ നോക്കി ചിരിക്കുവാണ്. അതൊക്കെ കാണുന്തോറും ഋതികയ്ക്ക് അങ്ങ് സങ്കടം വരുക. ജയൻ്റെ കൂട്ടുകാരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. അയാൾ ഓടി വന്നിട്ട് എടാ ബില്ല് എത്രയായി? പെട്ടെന്ന് ബില്ല് വാങ്ങിച്ച് ജയൻ്റെ കൂട്ടുകാരൻ ആ ബില്ല് സെറ്റിൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജയൻ ദേഷ്യത്തിൽ എല്ലാവരും വരുന്നുണ്ടോ എന്നും പറഞ്ഞ് ജയൻ അങ്ങ് നടക്കുവാണ്. കോടാനുകോടി രൂപയുടെ സ്വത്തുകാരി വരുന്നുണ്ടോ എന്ന് കൊച്ചമ്മണി ഋതിയെ നോക്കി കളിയാക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരുടെ ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് വന്ന് ഇറങ്ങുവാണ്. വേണിവട്ടൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. കൊച്ചമ്മണി പറയാം, ഓ നാണം കെട്ട് തൊലി ഇരിഞ്ഞു പോയി, തേച്ചാലും മാച്ചാലും തീരാത്ത നാണക്കേട്, അടിമുടി ദേഹമെല്ലാം ചെളിവാരി തേച്ച പോലെ ആയിപ്പോയി. എല്ലാത്തിൻ്റെയും വരവും പിറുവിറുക്കും ഒക്കെ കണ്ടിട്ട് എന്തോ പന്തികേടുണ്ടായെന്ന് വേണിവെട്ടന് മനസ്സിലായി. അപ്പോഴങ്ങോട്ട് രാധമ്മയും വരുന്നുണ്ട്. കൊച്ചമ്മണി അങ്ങോട്ട് വന്നിട്ട് പറയുക 10 രൂപയ്ക്ക് പോലും വിലയില്ലാത്ത ഒരു തമ്പുരാട്ടി, സൂര്യമംഗലത്തെയോ ചന്ദ്രമംഗലത്തെയോ ഒക്കെ തമ്പുരാട്ടിയാന്നാ പറയുന്നത്. തെരുവ് തണ്ടിയേക്കാളും കഷ്ടം. എന്താ പ്രശ്നം, എന്താ ഉണ്ടായത് എന്നിങ്ങനെ വേണിവെട്ടൻ ചോദിക്കുന്നുണ്ട്. ഋതിക എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഏങ്ങലടിച്ച് കരയുവാണ്. രാധമ്മ പ്രിയോട് ചോദിക്കുന്നു, എന്താ പ്രിയേ, എന്താടാ ജയ, കാര്യം പറ. എൻ്റെ അമ്മോ, ഇതിപ്പോ ഒരക്കിടി ഞങ്ങൾക്ക് പറ്റാനില്ല. ഋതികയെ നോക്കിക്കൊണ്ട് ജയൻ പറയുന്നു, ഈ നൂറ്റാണ്ടിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. വെറുതെ നായി കിടന്ന് കുരയ്ക്കുന്ന പോലെ കുരയ്ക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയടാ. ഈ കൊച്ചിനെ നിങ്ങൾ എല്ലാവരോടും എങ്ങോട്ടാ കൊണ്ടുപോയത്? അമ്മേ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ. അയ്യോ, ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഹോട്ടലിലെ വെള്ളം കോരുകാരും പാത്രം കഴുകലുകാരും ഒക്കെ ആയിപ്പോയാനെ. ജയേട്ടൻ്റെ ഫ്രണ്ടില്ലാരനെ ഇപ്പം കാണാമായിരുന്നു. നിങ്ങൾ കിടന്ന് ഉരുളാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. കൊച്ചമ്മണി പറയാം, അതാണ്ട് ഈ ഋതിക ഉണ്ടല്ലോ, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയി. ഇപ്പം കാര്യം പിടികിട്ടി. ഋതിയ മോളെ നിങ്ങളെ വിളിച്ചോണ്ട് പോയതല്ല, നിങ്ങൾ ഋതിയ മോളെ വളച്ചോണ്ട് പോയതാ. ഇനി എന്താ ഉണ്ടായതെന്നൂടെ പറ. ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കഴിക്കാൻ താണ്ട് ഈ പെണ്ണ് ഞങ്ങളോട് പറഞ്ഞു. ഈ ചില്ലിക്കാശിന് വിലയില്ലാത്ത തമ്പുരാട്ടി എന്നും പറഞ്ഞിങ്ങനെ ഒരുമാതിരി ആട്ടുന്ന പോലാണ് കൊച്ചമ്മണി പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, കൊച്ചമ്മണി ആരാണെന്നുള്ളതൊക്കെ ഋതികയ്ക്ക് ഇപ്പോൾ ഇതോടകം മനസ്സിലായി കഴിഞ്ഞ്. ഇനി കൊച്ചമ്മണിയെ 7 അയലത്ത് പോലും ഋതികയെ അടുപ്പിക്കത്തില്ല. ഋതികയുടെ ബാങ്ക് അക്കൗണ്ട് ആരാ മരവിപ്പിച്ചതെന്നൊക്കെ ഉള്ളത് ഇനി ഋതിക കണ്ടുപിടിക്കും. അമ്പയ്ക്കുള്ള പണി ശരിക്കും സരസ്വതിയമ്മ കൊടുക്കും. അതൊക്കെ കാണാനുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.